ഫാമിലിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ച് അക്കൗണ്ടിങ് അത് കഴിഞ്ഞു. അക്കൗണ്ടിങ് ആണ് കഴിഞ്ഞത്, +2 കഴിഞ്ഞു. അക്കൗണ്ടിങ് ആണ് പഠിച്ചത്. അത് കുറച്ച് വർക്ക് ചെയ്തു. അതിനുശേഷം കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് മാറി. ഈ ഒരു സമയത്താണ് വിവാഹം കഴിയുന്നത്. വിവാഹം കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഭാര്യാപിതാവ് കൂടിയായ രവിസാർ മഞ്ഞപ്പള്ളി മുഖേനയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് എൻ്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സാധാരണ നമ്മുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പച്ചനൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം വരുന്നത്. ഇൻസൈഡൊക്കെ ആക്കിയിട്ടാണ് വരവ്. സാധാരണ നമ്മളൊരു മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ആളെ കാണുന്നത്. ഒരു വ്യത്യാസം വന്നു. ഞാന് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയുള്ള എന്തോ ഒരു പരിപാടിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു ഇത് എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ഇങ്ങനെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, വലിയ ഓപ്പർച്യൂണിറ്റി ആണ്, പിന്നെ നിരവധി ആളുകൾ ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇത്ര വരുമാനമൊക്കെ മേടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഓക്കെ. എനിക്കിപ്പോൾ മോശമില്ലാത്ത കൺസ്ട്രക്ഷൻ മേഖലയായതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരെ ഒപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരു വരുമാന മേഖലയെ പറ്റി ഞാൻ അന്നേരം ചിന്തിക്കുന്നില്ല. കാരണം ഓൾറെഡി നമുക്കൊരു സിസ്റ്റം ഉണ്ട്, അതിൽ നിന്നിപ്പോ മോശമില്ലാത്ത ഒരു വരുമാനം വരുന്നുണ്ട്, ദൈവം സഹായിച്ച്. അപ്പൊ ഞാനത് റിജക്ട് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ പറ്റിക്കുന്ന പരിപാടിയാണ്, പറ്റിപ്പിന്റെ പരിപാടിയാണ്. ഇത് 3 ദിവസം ഉണ്ടാവും, 4 ദിവസം ഉണ്ടാവും, 5 ദിവസം ഉണ്ടാവും, പിന്നെ ഇത് കാണൂല. അപ്പൊ ഈ ഒരു അറിവ്, ഒരു നാട്ടറിവ് എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു ഇതൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിർത്തിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും നമുക്കൊന്നും നടക്കൂല. ഇനി വളരെ വലിയ കഴിവും കപ്പാസിറ്റി എല്ലാം വേണം, വായിലാവ് വേണം, നല്ല നാക്ക് വേണം, ക്വാളിറ്റി വേണം, സംസാരിക്കാനുള്ള ശേഷിയൊക്കെ വേണം. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൽ വിജയിച്ചിട്ടുള്ളത്. നമുക്കൊരിക്കലും ഇത് ആപ്റ്റ് ആവില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം നിരവധി പ്രോഗ്രാമുകളെ എന്നെ ക്ഷണിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പറയും ഇന്ന് ജോലിയുണ്ട്, ഇന്ന് കല്യാണമുണ്ട്, ഇന്ന് വീട്ടിൽ കൂടലുണ്ട്, അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു മാറി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഒരു വയനാട്ടിലേക്ക് ഒരു ടൂർ പോകുന്നുണ്ട്, അപ്പോൾ ഇന്ന് ലീവാണോ എന്ന് ചോദിച്ചു. ഒരു ദിവസം രാവിലെയാണ് വിളിക്കുന്നത്, ഇന്ന് ലീവാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ലീവാന്ന് പറഞ്ഞു പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു വയനാട്ടിലേക്ക് ടൂർ പോകുന്നുണ്ട്, അപ്പൊ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു മീറ്റിംഗ്, അതായത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഒരു മീറ്റിങ്ങിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. കാരണം ഞാനായിട്ട് എത്തിയതല്ല, അറിഞ്ഞില്ല. അപ്പോൾ വണ്ടി കയറിയപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് ഇതൊരു ട്രാപ്പായിരുന്നു എന്ന്. നിരവധി കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ വലിയ കാര്യങ്ങളാണ് അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. അതായത് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളാണ് അന്ന് ആ ബസ്സിലുള്ള ലീഡേഴ്സ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു ഇവരെന്തൊക്കെയാണ് പറയുന്നത്. എനിക്കത് അത്ര ആപ്റ്റ് ആയില്ല. കാരണം നമ്മൾ കടന്നു വരുന്നത് ഒരു സാധാരണ മേഖലയിൽ നിന്നാണ്. അപ്പം തന്നെ ഇവര് കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ തന്നെ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി, ഒരു ഇറിറ്റേഷൻ പോലെ തോന്നി. അങ്ങനെ മീറ്റിംഗ് സെന്ററിലെത്തി, വയനാട്ടിലെത്തി. അപ്പോഴാണ് എനിക്ക് ഒരു പ്രോഗ്രാമിന്റെ ഒരു വലിപ്പം മനസ്സിലാകുന്നത്. ഒരു 1-2,000 ആൾക്കാർ ഉള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. അന്ന് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ MS പ്രസാദ് സാറായിരുന്നു. അപ്പം അവിടെ എന്നെ ഫ്രണ്ട് കൊണ്ട് ഇരുത്തി, 2 സൈഡിലും അപ്പുറം ഇപ്പുറം ആളുകളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എണീച്ച് പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ട്രാപ്പായി. അപ്പോ ഈ ഒരു ബിസിനസിനെ പറ്റിയിട്ടില്ല, നമ്മുടെ ലൈഫിനെ പറ്റി പല കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി. അതായത് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുമായിട്ടൊന്ന് സംവദിക്കാം. അതായത് നമ്മളെല്ലാവരും പല മേഖലയിൽ പല വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മൾ ആ മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സമ്പാദ്യം എന്താണോ, അല്ലെങ്കിൽ നമുക്ക് ആ മേഖലയിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് എന്താണോ, അതാണ് നമ്മുടെ കയ്യിലുള്ള ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ മൗലിക അവകാശം പോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കുറച്ച് അധികമുള്ള കാര്യങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു വ്യക്തിക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടതാണ് ഒരു വീട്. അതായത് ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വീട് നമ്മൾ എടുക്കണമെങ്കിൽ
ഒരു 1300 സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ എടുക്കുന്നെങ്കിൽ ഒരു 10 to 25 ലക്ഷം രൂപ വേണം. അതുപോലെ തന്നെ നമ്മുടെ വിവാഹം കഴിഞ്ഞ് മുടക്കമൊന്നും പറ്റിയില്ലെങ്കിൽ ദൈവം സഹായിച്ച 2 കുട്ടികളാവും. ആ കുട്ടികള് വിദ്യാഭ്യാസം ഒരു 10ാം ക്ലാസ് വരെ ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോകും. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഇപ്പൊ അതിന് മുന്നിൽ തന്നെ ആയിരങ്ങൾ വേണം നമ്മൾ പഠിപ്പിക്കാൻ തന്നെ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ +2 കഴിഞ്ഞ് നല്ലൊരു കോഴ്സ് എടുത്ത് പഠിപ്പിക്കുന്നെങ്കിൽ ഇന്ന് 10 to 15 ലക്ഷം വേണം. അതുപോലെ തന്നെ 2 കുട്ടികളാണെങ്കിൽ 10-30 ലക്ഷം റുപ്യ അതിന് വേണം. അത് കഴിഞ്ഞ് അവരെ വിവാഹം വരും. അപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ 10-25 ലക്ഷം റുപ്യ ഇന്ന് വേണം. അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതില് നമ്മൾ ഇന്ന് നോക്കുന്ന കറണ്ട് ബില്ലില്ല, ഫോൺ കാർഡില്ല, ഗ്യാസ് ഇല്ല, അതുപോലെ തന്നെ പാല്, മുട്ട, അതുപോലെ തന്നെ കല്യാണം, വീട്ടിൽ കൂടല്, അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ജീവിതമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ അതില് ചില കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഏകദേശം ഒരു 19 ലക്ഷം രൂപയുടെ മുകളിലെത്തി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര വയസ്സായി, അതായത് എത്ര കാലമായി നിങ്ങൾ ജോലി ചെയ്യുന്നു, ഇപ്പൊ എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഇനി ഈ ഒരു ജോലി, ഈ ഒരു മേഖലയെ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ലൈഫില് ഇങ്ങനെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി കഴിയുമോ? അല്ലെ നാളെ ഒരു സ്ട്രൈക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾ വരൂല? എന്തായാലും എന്റെയും നിങ്ങളുടെ നമുക്ക് എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് നോക്കുന്നെങ്കിൽ ഒരു ഫാമിലി ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്കും വരാം. അപ്പം ഇതൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ എനിക്ക് കുറെ അറിവാളിയാന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ മസിലെല്ലാം ചെറുങ്ങനെ വിട്ടു, ഒരു സാധാരണക്കാരനെ പോലെ അവിടെ ഇരുന്ന് ഇവര് പറയുന്ന കാര്യങ്ങൾ കേട്ടു. ഞാൻ നോക്കുമ്പോ എന്റെ അവസ്ഥ ഇതാണ്. പല കാലങ്ങളായിട്ട് ഞാനും ജോലി, വളരെ ചെറുപ്പത്തിലെ ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന പ്രായത്തിലെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ അതാന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ എന്നെ പറ്റി ചിന്തിച്ചു. എന്റെ കയ്യിലാണെങ്കിൽ വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നും സമ്പാദ്യമായിട്ടില്ല. അപ്പൊ വീട് എന്നെല്ലാം പറയുന്നത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. കാരണം ഞാൻ ജനിച്ചു വളർന്നത് ഒരു ചെറിയ ഒരു വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് നമുക്കറിയാം, നമ്മുടെ ചെറിയ വീടല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കൊന്നും നമ്മളോട് പറയുന്നില്ല. നമ്മുടെ ചെറിയൊരു വീടും കാര്യങ്ങളിലാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മളോട് പറയാത്ത അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ നാട്ടുകാർക്കെല്ലാം ഒരു പുച്ഛായിരിക്കും. കാരണം അവർക്കൊക്കെ അറിയാം നമ്മുടെ കയ്യിൽ അസറ്റായിട്ട് വലിയ രീതിയിലുള്ള ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുകയാണ് അമ്മേനോടെല്ലാം പറയുമ്പോ, വലിയ വീടെടുക്കണം, അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ രീതിയിൽ നമുക്ക് വിജയിക്കണം, എന്നെങ്കിലും ഒരു ദിവസം ഞാൻ വലിയ കാർ എടുക്കും, അതിലങ്ങളെ കൊണ്ടുപോകും, അതുപോലെ തന്നെ വലിയ വീടെടുക്കും എന്നെല്ലാം പറയുമായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കുമ്പോ നമുക്ക് ഇതുവരെ കിട്ടാത്ത അറിവാണ് അന്ന് ഈ ഒരു മീറ്റിംഗ് ഹാളിന്ന് എനിക്ക് കിട്ടിയത്. കാരണം ഒരു വ്യക്തി ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ ഇവിടെ വലിയ രീതിയിലുള്ള, അതായത് നമുക്ക് വലിയ രീതിയിലുള്ള അച്ചീവ്മെന്റ് ഉണ്ടാക്കി നമ്മുടെ ലൈഫിൽ നമുക്ക് നടത്തേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താൻ ഒന്നും പറ്റൂല എന്നുള്ള എനിക്ക് ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു ഹാളിൽ ഒരു തിരിച്ചറിവുണ്ടായി. അങ്ങനെ നിരവധി ആളുകളെ എനിക്ക് അവിടെ നിന്ന് പരിചയപ്പെടാൻ വേണ്ടി കഴിഞ്ഞു. അതില് നമ്മളെ പ്രധാനപ്പെട്ട ഒരു ലീഡറാണ്. ഞാൻ വിചാരിച്ചു ഇവിടെയുള്ള കുറെ ആൾക്കാരുണ്ട്, അതായത് ചില ആളുകൾ ഞാൻ കാണലുണ്ട് ഇങ്ങനെ ബാഗില് സാധനം എല്ലാം തൂക്കിയിട്ട് ഒരു വീട് വിടാന്തരം ഇങ്ങനെ വിൽക്കാൻ പോകും. അപ്പൊ എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വീടാന്തരം വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാന്നുള്ളത്. അന്ന് ഞാനിങ്ങനെ വിചാരിച്ചു, ഒന്നിനും പറ്റാത്ത ആളുകൾ, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ തീരെ ഒരു വരുമാനമോ കാര്യങ്ങളോ ഒരു ജോലിക്കൊന്നും പോവാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെന്നാണ് അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ ഞാൻ അവിടെ പരിചയപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ബ്രണ്ണൻ കോളേജിലെ പ്രൊഫസർ, അതായത് ഒരു പ്രവിത മാഡം. അദ്ദേഹം ഒരു ഡിഗ്രി ബ്രണ്ണൻ കോളേജിൽ പ്രൊഫസർ ആയിരുന്നു. ആ പ്രൊഫസർ ആയിരിക്കെ ഈ ഒരു ബിസിനസ് കൂടെ വലിയ അച്ചീവ്മെന്റിലെത്തി. ഇന്ന് CTC കഴിഞ്ഞു, ഇന്ന് ITC നമ്മുടെ കേരളത്തിൽ തന്നെ ഫസ്റ്റ് ITC ആയി കഴിഞ്ഞു. ഞാനപ്പോ കാണുമ്പോ അദ്ദേഹം CTC ആണ്. അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ വടകര വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന അഗേഷ് കുമാർ എന്ന് പറയുന്ന വലിയ രീതിയിൽ വിദ്യാഭ്യാസം ക്വാളിറ്റിയും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ വലിയ രീതിയിൽ ക്വാളിറ്റി ഉള്ള ഒരു ലീഡറായിരുന്നു അഗേഷ് കുമാർ. അദ്ദേഹം ആ ജോലിയൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നാദാപുരം പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന എനിക്കറിയാവുന്ന ഈ ഭൂമി വാതുക്കൽ എന്ന് പറയുന്ന എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെയുള്ള ഒരു രജനീഷ് ഇങ്ങനെ പറയുന്ന 2 പോലീസുകാരെ ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ അവരോട് ചോദിച്ചു, സാറേ നിങ്ങൾക്ക്, ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു ജോലിയായിരുന്നു ഗവൺമെന്റ് മേഖല. കാരണം നമ്മളൊരു ഗവൺമെന്റ് മേഖലയാണെങ്കിൽ നമുക്ക് പാസീവായിട്ടുള്ള ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരിക്കലും നല്ല ജെനുവിനായിട്ട് നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാനും പറ്റും. പാസീവായിട്ടുള്ള ഇൻകം ഉണ്ട്, നോമിനേഷൻ ഫെസിലിറ്റി ഒക്കെ കിട്ടും. അപ്പൊ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പോലീസ് ജോലിക്ക്.
അപ്പൊ ഇത്രയും ജോലികളും ഇത്രയും ഫെസിലിറ്റികളുള്ള ആളുകള് ഇത് ഏറ്റെടുത്തിരുന്നു. അപ്പൊ എനിക്കൊരു ഡൗട്ട് തോന്നി. അങ്ങനെ രഞ്ജീസ് എന്ന് പറയുന്ന ആളെ അടുത്തേക്ക് ഞാൻ പോയി, സാറേ നിങ്ങൾ എന്തുകൊണ്ടാണ്, നിങ്ങൾക്കിപ്പോ ഒരു ജോലി ഓൾറെഡി ഉണ്ട്, ഒരു പോലീസുകാരനാണ്, നിങ്ങൾ എന്തിനാണ് ഈ സോപ്പും പേസ്റ്റും വെക്കുന്ന പരിപാടിക്ക് പോകുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ ശരിക്കൊരു മറുപടിയാണ് ഇന്ന് എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് പിടിച്ചു നിർത്തുന്നത്. സാറേ, ജോലി എന്ന് പറയുന്ന നമ്മളെ സമയത്തിന്, നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കൂലിയാണ് ജോലി. അപ്പൊ നമുക്കൊരു ജോലി ആണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലും 2 കുട്ടികളായാലും ഇനി അപ്പുറം പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ആ കിട്ടുന്ന 1000 അല്ലെ 2000 അല്ലെ കിട്ടുന്ന ശമ്പളം 50,000 60,000 മാത്രമേ ഉണ്ടാവൂ. ബിസിനസ് അങ്ങനെയല്ല, ലക്ഷങ്ങളും കോടികളും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതാണ് ബിസിനസ്സും ജോലിയും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് അങ്ങനെയുള്ള കുറെ ലീഡേഴ്സിനെ അവിടെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ വളരെ വലിയ സ്വപ്നങ്ങളുമായിട്ട് ഞാനായി ആ മീറ്റിംഗ് ഹാളിൽ നിന്നും, വയനാട്ടിൽ നിന്നും ഞാൻ ഇങ്ങ് താഴേക്ക് നമ്മുടെ ചുരമൊക്കെ ഇറങ്ങി ഇങ്ങ് നാട്ടിലെത്തി. അപ്പൊ കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ എടുത്തു. ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് റിസൾട്ട് വന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. എൻ്റെ അച്ഛൻ മരണപ്പെട്ടതാണ്, ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. ഇപ്പൊ 8 വർഷമായി മരണപ്പെട്ടിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മേനെ കുറച്ചു കെയർ ചെയ്യും. ഇങ്ങനെ ഒരു അലർജീന്റെ പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ പല ഹോസ്പിറ്റലുകളും കാണിച്ചു. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് ആയ ആന്റി അലർജി അതുപോലെ തന്നെ കവചപ്രാശി എന്ന് പറയുന്ന ഉൽപ്പന്നമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ അമ്മക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. പ്രൊഡക്റ്റ് കൊടുത്ത് ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് വന്നു. ഒരുപാട് ഹോസ്പിറ്റലുകൾ കാണിച്ചതാണ്, എന്നിട്ടൊന്നും വലിയ റിസൾട്ടിലേക്ക് എത്തിയില്ല. അപ്പൊ അതുമുതൽ പിന്നെ നമുക്ക് ചിന്ത വന്നു. അപ്പൊ ഇവരൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയ പ്രൊഡക്റ്റ് ആണെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടുന്ന് ഇവിടുന്നെല്ലാം കിട്ടുന്ന അറിവുണ്ട്. എന്നാലും നമുക്ക് ജെന്യൂൻ ആയിട്ട് ഒരു വിശ്വാസം വന്നു. കാരണം ഇത് കൊടുത്താൽ ഇത്രയും കാലമായിട്ട് കാണിക്കുന്ന ഒരു അലർജീന്റെ പ്രശ്നം ഇത്ര ചെറിയ 2 ബോട്ടിലെ ഉൽപ്പന്നങ്ങൾ സിറപ്പ് കൊടുക്കുമ്പോൾക്ക് റിസൾട്ട് വന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കൽ തുടങ്ങി, എന്തുകൊണ്ടായിരിക്കാം അത് വരുന്നത്, ഇത്രയും കാലമായിട്ട് നമ്മൾ കാണിച്ചിട്ട് മാറുന്നില്ല. അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ കൊടുത്തു. കുറെ ഫ്രണ്ട്സിനും ഫാമിലിയിലുമായിട്ട് കുറച്ച് പേസ്റ്റും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ കൊടുത്തിടത്തെല്ലാം പിന്നെയും അവരിങ്ങനെ ചോദിക്കൽ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ആരും വാങ്ങിയിട്ടില്ല നമ്മളെ കയ്യിലൊന്നും. അപ്പോൾ പേസ്റ്റൊക്കെ കൊണ്ട് പോകുമ്പോൾ ഓരോരുത്തർ ചോദിക്കൽ തുടങ്ങി, ഇത്രക്കാരം പൈസേന്റെ പേസ്റ്റ് ആരെങ്കിലും മേടിക്കുമോ? 180 രൂപയുണ്ട് അന്നേരം. ഇപ്പോഴാണ് 172 ആയത്. DP 130 അപ്പോൾ ഇപ്പൊ 132. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇത്രക്കാരം വലിയ പേസ്റ്റ് ഒന്നും 20 റുപ്യക്ക് നമുക്ക് കോൾഗേറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഓൺ ആൻഡ് ഓണിന്റെ ഇത്രയും പൈസ ഉള്ള പേസ്റ്റ് എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ മേടിച്ച് ഉപയോഗിക്കേണ്ടത്? ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ വന്നു. അപ്പോ എനിക്ക് ഇതിനെ പറ്റിയുള്ള ഒരു ആൻസർ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ലീഡേഴ്സിനെ വിളിച്ചു. അവർ പറഞ്ഞു, കുറച്ചും കൂടി മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാമെന്ന്. അങ്ങനെ കുറച്ച് മീറ്റിംഗ് പങ്കെടുത്തപ്പോൾ കുറച്ച് അറിവുകൾ കിട്ടി. അതായത് ആ പേസ്റ്റിന്റെ ക്വാളിറ്റിയെ പറ്റി ആദ്യം നമ്മൾ പഠിച്ചത് അതായത് നമ്മളിപ്പോ 150 ഗ്രാമുള്ള ഒരു പേസ്റ്റ് ആണ്. വേപ്പ്, ഗ്രാമ്പു, ഇരട്ടി മധുരം, റെഡ് സീ മിനറൽസ് ആണ് അതിലുള്ള ചേരുവകൾ. ബാക്കി എല്ലാ പേസ്റ്റുകളിലും നമുക്ക് വാണിംഗ് ഉണ്ട്. അപ്പൊ ഈ ഒരു പേസ്റ്റിൽ വാണിംഗ് ഇല്ല. അതുപോലെ തന്നെ ആയുർവേദ മെഡിസിൻ ആണ്. അപ്പം 150 ഗ്രാം ഉണ്ട്. നമ്മുടെ സെൻസോഡൻ ഇങ്ങനെയുള്ള ക്ലോസപ്പ് ഇതുപോലെ തന്നെയുള്ള പേസ്റ്റുകൾക്ക് ഏകദേശം 100 ഗ്രാമിന് 225 റുപ്യ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പേസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു വാണിംഗും ഇല്ല. അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പേസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാ ആളുകളും എൻ്റെ കയ്യിൽ നിന്നും പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് നമ്മൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ആകുമ്പോൾ നമ്മൾ ആദ്യക്ക്, ഞാനിത് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം, നമ്മൾ ഈ ബിസിനസ്സിൽ ഐഡിയ അടിച്ച് ഉൽപ്പന്നത്തിനെ പറ്റി ഒന്നും അറിയാതെയാണ് ഒരു ഉപഭോക്താവിന്റെ അടുത്തേക്ക് നമ്മൾ ഉൽപ്പന്നം എടുത്ത് പോകണേ. എടാ നല്ല പേസ്റ്റാ, നല്ല സാധനമാണ് അറിയും. ഫസ്റ്റ് അവർ നോക്കുക റേറ്റ് ആണ്. അപ്പൊ നമ്മളെ ഈ ഒരു 4-5 പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് കാര്യങ്ങൾ, നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിനെ പറ്റി കറക്റ്റ് ഒരു അറിവ് നമ്മളിരുന്ന് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഉൽപ്പന്നം നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് അതിന്റെ ഒരു ക്വാളിറ്റി എത്തിച്ചാൽ മാത്രമേ അവർക്ക് അത് വാങ്ങി ഉപയോഗിക്കാനും, ഉപയോഗിച്ച് റിസൾട്ട് വന്നാലേ നമുക്ക് ടീം ഉണ്ടാവും. അങ്ങനെ കൊടുത്തു, കുറച്ച് ഉൽപ്പന്നങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ നിരവധി പ്രോഗ്രാമുകളിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് പറ്റിയ ഒരു മേഖല ഞാൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടെടുത്തില് ആദ്യമേ ഞാൻ പറഞ്ഞു പല മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ള. ഇപ്പൊ കോൺട്രാക്ടർമാരായിരുന്നു അവിടെ കുറച്ചും കൂടി പൈസ ഉണ്ടാക്കുന്നത്. അതാണ് ഞാനൊരു നിരവധി കുറച്ച് ആളുകളെ വെച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് തിരിഞ്ഞത്. അതിനുശേഷമാണ് അതായത് ഇവിടെ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ജീവിക്കുന്നത് ബിസിനസ്സുകാരാണ്. അപ്പോ കുറച്ച് പ്രോഗ്രാമുകൾക്ക് പങ്കെടുത്തപ്പോ ഈ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം എന്ന് വെച്ചാല് ഇവിടെ
നല്ല ആഗ്രഹിച്ച ജീവിതം, അല്ലെങ്കിൽ നമുക്കിപ്പോ ആഗ്രഹിച്ച ഫുഡ്, ആഗ്രഹിച്ച വീട്, ആഗ്രഹിച്ച ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ ആഗ്രഹിച്ച വണ്ടി, നമ്മുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചാലും നമുക്കിവിടെ വില്ലനായിട്ട് വരുന്നത് മറ്റാരുമല്ല, പൈസ തന്നെയാണ്. വലിയൊരു ഘടകം നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന പൈസ തന്നെയാണ്. ആ പൈസ സ്വരുക്കൂട്ടി വെച്ചാണ് നമ്മുടെ ഫാമിലിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഇന്ന് നടത്തുന്നത്. നിങ്ങൾ ഇന്ന് നോക്കൂ, ഇന്നത്തെ സൊസൈറ്റിയുടെ ഒരു അവസ്ഥ, ഇവിടെ ചെലവ് കൂടി കൂടി വരുന്ന. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്ക്, ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഇന്നൊരു 3-4 ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണില് റീചാർജ് ചെയ്യാൻ തന്നെ പണ്ടൊക്കെ നമുക്ക് ടോപ്പപ്പ് കിട്ടുമായിരുന്നു. 50 റുപ്യന്റെയോ 60 റുപ്യന്റെയോ ഒക്കെ ടോപ്പപ്പ് കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് മാറി. ഒരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ ഒരു 300 റുപ്യ നമ്മൾ ഇന്ന് കാണണം. അതന്നെ ഒരു ദിവസം 10 റുപ്യ ഫോണിന് പോയി. ഡെയിലി നമ്മൾ നോക്കുന്ന കറണ്ട് ബില്ല്, ഗ്യാസ്, അതുപോലെ തന്നെ പച്ചക്കറി, അതുപോലെ തന്നെ മീന്, മുട്ട. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി ചെലവുകളാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കൂടി കൂടി വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ദിനചര്യ നമ്മുടെ ചെലവുകൾ കൂടി കൂടി വരുക എന്നല്ലാണ്ട് ഇനിയിപ്പോ ഇതിന്റെ അപ്പൊ ഇനി ഈ ഒരു അവസ്ഥ നമുക്കൊരിക്കലും മാറാൻ വേണ്ടി പറ്റൂല. കാരണം എന്ന് വെച്ചാല് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇന്ന് നോക്കൂ, നമുക്കൊരു വാട്സപ്പും അതുപോലെ തന്നെ നെറ്റും ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞു. കാരണം ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇല്ലാതെ നമുക്കൊരു മനുഷ്യന് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ മറ്റൊരു വശം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ ഉള്ളൊരു മേഖല തന്നെ വളരെ സ്ട്രൈക്കാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമുക്ക് ചെയ്യുന്ന ജോലിക്ക് തന്നെ ഇപ്പൊ ജോലി ഇല്ല. പല മേഖലയും തകർന്നുകൊണ്ടേയിരിക്കുന്നു. പല മേഖലയിലും അന്യ സംസ്ഥാന തൊഴിലാളികൾ കടന്നു വരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നോളജി. നമ്മൾ ഇന്ന് പല മേഖലകളിലും ഇനി വെല്ലുവിളി ആവാൻ പോകുന്നത് 1000 ആളെടുക്കേണ്ട പണി ഇന്നൊരു സിസ്റ്റം അല്ലെ ഒരു ആപ്പ് എടുക്കുന്ന രീതിയിലേക്ക്, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് എന്ന രീതിയിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നാളെ വലിയ ഒരു നമ്മളിന്ന് മനുഷ്യൻ ഹാർഡ് വർക്കായിട്ട് എടുക്കുന്ന പല കാര്യങ്ങളും നാളെ ചിലപ്പോൾ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മുടെ എലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നാളെ ഏറ്റവും വലിയ ഡോക്ടർ ചിലപ്പോ ഒരു റോബോട്ട് ആയിരിക്കും നമ്മളെ വീട്ടിലുള്ള. കാരണം ആ റോബോട്ടായിരിക്കും ചിലപ്പോൾ നാളെ നമ്മളെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളെ നോക്കി നിൽക്കുന്ന തന്നെ അങ്ങനെയുള്ള റോബോട്ടിക്സ് വിദ്യകളിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ജോലിക്ക് വേണ്ടി നോക്കുന്നതെങ്കിൽ ഇവിടെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ജോലിക്കായിട്ട് കാത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുന്ന ഗവൺമെന്റ് മേഖല ഏകദേശം ഇന്ന് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇങ്ങനെ സൊസൈറ്റിയിൽ മൊത്തത്തിൽ നോക്കുവാണ്ട് ഫുൾ പ്രശ്നങ്ങളാണ്. കാരണം കിട്ടിയ ജോലിക്ക് തന്നെ പെർമനന്റ് ആയിട്ട് ഒരു ശമ്പളമോ കാര്യങ്ങളോ ഇല്ല. പ്രൈവറ്റ് മേഖലയാണെങ്കിൽ മറ്റുള്ള മേഖലകളിൽ ദിവസവേതനത്തിന് ആൾക്കാരെ നിയമിക്കുന്നു. കൂടുതലായിട്ട് ആളുകൾ ഒരേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇപ്പൊ റെയിൽവേക്ക് തന്നെ വിളിച്ചത് ഒരു കണക്കിപ്പം വന്നത് 12 കോടി ആൾക്കാരാണ് എക്സാം എഴുതി. ആകെ 60,000 ഒഴിവായിട്ടാണ് ഉള്ളത്. അങ്ങനെയായിട്ടാണ് ഒഴിവ്. അതിൽ 12 കോടി ആൾക്കാരാണ് ഇത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ PSC പോലുള്ള പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നത്. നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള സൊസൈറ്റിന്റെ. അതായത് ചെലവുകൾ വരവ് കുറയുന്ന ചെലവ് കൂടി വരുന്നു. നിങ്ങൾ നോക്ക്, സ്വർണത്തിന് ഇന്ന് എത്ര പൈസയായി, ഗ്യാസിന് പൈസ കൂടുന്നു, കറണ്ട് ബില്ല് കൂടുന്നു, കൂലി എത്ര കൂടുന്നു, അല്ലെ നമ്മുടെ ശമ്പളം എത്ര കൂടുന്നുണ്ട്. അപ്പൊ ദിനചര്യ നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ഇന്ന് സൊസൈറ്റി. അല്ല മറ്റു പല മാറ്റങ്ങളിലേക്കും നമ്മുടെ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി ഇപ്പൊ നമ്മളൊന്ന് നോക്ക്, പണ്ടുള്ള ഒരു 10-15 കൊല്ലം മുന്നിട്ടുള്ള ഒരു കാലഘട്ടമാണോ ഇന്ന്? നിങ്ങൾ നോക്ക്, ഇന്ന് ഷോപ്പ് ഇട്ടിട്ടുള്ള കച്ചവടത്തിനെക്കാട്ടും ഇന്ന് ആപ്പിലാണ് കച്ചവടം അല്ലെ? മീഷോ നിങ്ങൾ കണ്ടിട്ടില്ലേ? മീഷോ എത്ര പെട്ടെന്നാണ് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിരിക്കെങ്കിൽ ഇന്നിതാ ഇങ്ങനെയല്ലറോ ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്ന എല്ലാവരും ഇങ്ങനെയാണ്. ഫോണിൽ ഇങ്ങനെ അദാനിനി അംബാനിനി ഇങ്ങനെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നു, റീല് കാണുന്നു, മറ്റുള്ള പല കാര്യങ്ങളും കാണുന്നു. നമ്മളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ നമ്മളെ ബന്ധങ്ങൾ കുറഞ്ഞു വരുന്ന മറ്റുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മളെ സമയം ഇങ്ങനെ പോകുന്നതാണ്. പല റീലുകളും കാര്യങ്ങളും കണ്ട്
കൂടാതെ നമ്മുടെ പർച്ചേസിങ് രീതിയൊക്കെ ഇന്ന് മാറി. കാരണം മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതായത് ഇന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവിട്ടിട്ടുള്ള വലിയ മാളുകൾ എടുക്കുന്നതിനെക്കാളും കച്ചവടം ഇന്ന് ചെറിയൊരു ആപ്പില് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, ഇന്ന് നമ്മുടെ ചില ഷോപ്പുകളിൽ, പല ടൗണുകളിലും ചില ഷോപ്പുകളിൽ അവർ സ്റ്റാർട്ട് ചെയ്ത് പോയി കൊണ്ട് എന്നുള്ളതിന് മാത്രം ലക്ഷക്കണക്കിന് ഉറുപ്പിക ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പോയി എന്നുള്ള ഒരു ഇത് കൊണ്ട് മാത്രം അവരിങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. കച്ചവടമൊന്നുമില്ല. അതിന്റെ ഇടക്ക് നിങ്ങൾക്ക് കാണാം, നമ്മുടെ വലിയ വേഗം തൂക്കി ചില ആളുകൾ വരുന്നുണ്ടാവും. എന്നിട്ട് വരൂ, അവിടെ ഇവിടെ എല്ലാം ഓർഡർ ഉണ്ടാവും. അവര് സാധനം കൊടുത്ത്, അതായത് ഒരു ഏരിയ മുഖേന കോടികളാണ് അവർ സൊസൈറ്റിയിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകുന്നത്. അതായത് ഓൺലൈൻ മാർക്കറ്റിംഗ്. കാരണം ഇന്ന് മാറി പല കാര്യങ്ങളും. നിങ്ങളൊന്ന് നോക്ക്, നമുക്കിന്ന് പൈസ അയക്കണ്ടിരിക്കെങ്കിലോ അല്ലെ ട്രാൻസ്ഫർ ചെയ്യാണ്ടിരിക്കെങ്കിലോ നമുക്ക് വേറെ എവിടെയും പോകേണ്ട ഒരു ഇതില്ല. കാരണം വെച്ചാല് നമ്മുടെ ഫോണിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗൂഗിൾ പേ, അതുപോലെ തന്നെ കറണ്ട് ബില്ല്, ഫോൺ കാർഡ്, ഗ്യാസിന്റെ പൈസ എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിന് മാറുമ്പോൾ നമ്മുടെ വിപണന രീതിയും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇത് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം, നമ്മുടെ ഈ ഒരു കമ്പനി, അതായത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഒന്ന് ടെക്നോളജി ബേസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിന് ബിസിനസ് രീതി മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഇനി വരുന്ന ശരിക്കും ബിസിനസിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു 2030 ആകുമ്പോഴൊക്കെയാണ് ഇവിടെ വലിയ രീതിയിലുള്ള അച്ചീവ്മെന്റ് ഇന്ന് സൊസൈറ്റിയിലേക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഒന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനി കാലഘട്ടത്തിന് അനുസരിച്ച് ഈ ഒരു ബിസിനസ് രീതി കൊണ്ടുവരുന്നു. രണ്ടെന്ന് വെച്ചാൽ ജെന്യൂൻ ആയിട്ടുള്ള സിസ്റ്റം. കാരണം വെച്ചാൽ നമ്മൾ മറ്റൊരു മേഖല ഇന്ന് നമുക്ക് മനസ്സിലായി, അതായത് ഇന്ന് സൊസൈറ്റിയിൽ ആഗ്രഹിച്ച ജീവിതം ജീവിക്കേണ്ടെങ്കിൽ ഇവിടെ പൈസ എന്തായാലും ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ പൈസ നമുക്കൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങണ്ടെങ്കിൽ തന്നെ 10, 15, 20 ലക്ഷം മുടക്കിയാലേ നമുക്ക് ചെറിയൊരു ബിസിനസ് രീതി എന്നുള്ള നിലയിൽ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതും വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. അതിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. 100% വിജയം ഉണ്ടാവില്ല. അവിടുന്ന് നേരെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഈ ഒരു ബിസിനസ് രീതി നോക്കുന്നെങ്കിൽ ഇവിടെ ആർക്കും ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ലാൻഡ് വേണ്ട, ലേബർ വേണ്ട, ക്യാപിറ്റൽ വേണ്ട. ഒരു ബിസിനസ്സിന് വേണ്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ട. അതായത് നമ്മൾ എന്തായാലും വീട്ടിൽ പല ഉൽപ്പന്നങ്ങളും മേടിച്ചുപയോഗിക്കുന്നു. ഈ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ പല്ലേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ഫ്ലോർ ക്ലീൻ ചെയ്യുന്നുണ്ട്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട്, ഡിഷ് വാഷ് ഉപയോഗിക്കുന്നുണ്ട്, ക്രീമുകൾ ഉപയോഗിക്കുന്നുണ്ട്, പൗഡർ ഉപയോഗിക്കുന്നുണ്ട്, ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് മേടിച്ചുപയോഗിക്കുന്നുണ്ട്. ഞാൻ കണ്ടിയാണ്. ഞാൻ ഈ ഒരു ബിസിനസിനെ പറ്റി എൻ്റെ ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഇത് ചെയ്താലും, ഈ ബിസിനസ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ മേടിക്കുന്നുണ്ട്. അതേ സംഭവം നമ്മളെ പേരും അഡ്രസ്സും കൊടുത്താല് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് ഇന്ത്യ കണ്ട ഇത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ, ഇത്രയും ഹൈ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഓൾ ഇന്ത്യ ലെവലില് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ട ഒരു അവകാശം കൂടിയാണ് നമുക്കവിടെ ലഭിക്കുന്നത്, ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. കറക്റ്റ് സൊസൈറ്റിയിൽ ഇവിടെയുള്ള ആളുകൾക്ക് അറിയാൻ പറ്റാത്തതും അത് തന്നെയാണ്. കാരണം ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ആരും ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു മേഖലയല്ലാതെ ഇപ്പൊ കോൾഗേറ്റ് നിങ്ങൾ നോക്ക്, സൈലന്റ് പോയിസൺ എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. കാരണം നമ്മൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത് ശരിക്കും വിഷമാണ് കൊടുക്കുന്നത്. അതിന്റെ മേലെ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു പിയർ സൈസ് 6 years above, 12 years above, അല്ലെങ്കിൽ അത് ഏതെങ്കിലും കാരണവശാൽ ഉള്ളിൽ ഇറങ്ങിപ്പോയാൽ ഒരു ഫിസിഷ്യനാ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കാന്നുള്ളത്. അപ്പം അത്രയും വലിയ പോയിസൺ ആണ് നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത്. കോൾഗേറ്റ് അതിനെ കൊണ്ട് പല്ല് വെച്ചാല് അതും വെളുക്കൂ. ഇനിയിപ്പോ സിങ്കില്ലേ ഗ്യാസിന്റെ, അത് വെച്ചാൽ അതും വെളുക്കൂ. ഇനിയിപ്പോ നമ്മള് ഷൂ ഇല്ലേ, വെള്ള ഷൂ, അത് വെച്ചാൽ അതും വെളുക്കും. ഇനിയിപ്പോ കക്കൂസ് കഴിയാല് ആ സാധനം കൊണ്ട് അതും വെളുക്കും. അത്രക്കും വലിയ കെമിക്കലാണ് നാം അറിയാതെ നമ്മളറിയാതെ നമ്മുടെ വീടുകളിലേക്ക് ആരെയാണ് പ്രൊഡക്റ്റ്, അമേരിക്കന്റെ. ഇത്രയും വലിയ പോയിസൺ നമുക്കറിയാതെ. നിങ്ങളിപ്പോ നോക്ക്, പണ്ട് നമ്മൾ പല്ലിങ്ങനെ എഴുതുക, എനക്കറിഞ്ഞൂടാ, നമ്മളെ മാച്ചപ്പ് കൊണ്ടും മാവിന്റെ ചപ്പ് കൊണ്ടും അങ്ങനെയുള്ള പല സംഭവങ്ങൾ കൊണ്ടാണ് അന്ന് പണ്ട് കാലങ്ങളിൽ കരിക്കിട്ട, ഉമിക്കരി, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പല്ല് തേക്കുന്നതെന്ന് പറയുന്നതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ആ സമയത്തൊന്നും ഇത്രയും രോഗങ്ങൾ ഇന്ന് സൊസൈറ്റിയിലില്ല. അപ്പൊ ഇന്ന് നിങ്ങൾ നോക്കൂ, നമുക്ക് മര്യാദക്കുള്ള ഒരു വേദന, ഒരു വയറുവേദന വന്നാല് ഒന്ന് ടെസ്റ്റ് ചെയ്ത് എന്താ പറയാ, നമ്മളെ രോഗം മാറിപ്പോയി മോനി, നമ്മളെ സൂക്കേടോ മോനി, വേറെന്തോ രോഗ. സാധാരണ ക്യാൻസർ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സൊസൈറ്റിയെ ഇന്ന് വിഴുങ്ങിക്കൊണ്ടേയിരിക്കുന്ന. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണം. ഈ ഒരു കമ്പനീനെ മാത്രമല്ല,
അപ്പോ അയ്യൊരു എന്തുകൊണ്ടാണ് അത് വരുന്നത്? നമ്മളിപ്പോ മറ്റേ ഡ്രഗ്സും മറ്റിച്ച് ഉപയോഗിക്കാത്ത, അതായത് പണ്ടൊക്കെ ആരൊക്കെ പറയുന്നത് കേൾക്കാം, പല കാര്യങ്ങള് നമ്മൾ യൂസ് ചെയ്യുന്ന മദ്യപിക്കുന്നതും അതുപോലെ തന്നെ സിഗരറ്റ് അങ്ങനെയെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് ഇത് വരാനുള്ള ചാൻസ് കൂടുതൽ. ഇപ്പൊ അങ്ങനെ തന്നെയാണ്. എന്ന് അതിലുപരി ഇന്ന് സൊസൈറ്റിയിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു അസുഖമായി ഇന്ന് ക്യാൻസർ എന്ന് പറയുന്ന രോഗം മാറിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? അപ്പൊ ഇത്തരം ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് ഈ ബിസിനസ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും എത്തുന്നത്. കാരണം അമേരിക്കന്റെ സാധനമാണ് കോൾഗേറ്റ്, അതുപോലെ തന്നെ എക്സോ, നമ്മുടെ പ്ലേറ്റ് കയറുന്ന എക്സോ ഡിഷ് വാഷ്, നമ്മുടെ ഡിഷ് വാഷ് ഉണ്ട്. അപ്പൊ എക്സോ എന്ന് പറയുന്ന സാധനം 101% പോയിസൺ ആണ്, വിഷമാണ്. ശരിക്കും നമ്മള് സിലിക്കൺ എന്ന് പറയുന്ന ഒരു പദാർത്ഥം, നിങ്ങൾ അത് കഴുകിയിട്ട് ആ പ്ലേറ്റ് ഒക്കെ നമ്മളിപ്പോ പുറത്ത് വെച്ച് ശരിക്ക് ഒന്ന് ആറ്റിക്കഴിഞ്ഞാൽ അതൊരു നല്ല ഒന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു വൈറ്റ് പൗഡർ എങ്ങനെ മേലെ ഇങ്ങനെ നിൽക്കുന്നതാണ്. ശരിക്കും നമ്മളെ പേരിങ്ങനെ എഴുതി കഴിഞ്ഞാല് ആ പേരിങ്ങനെ തെളിഞ്ഞു വരുന്നതാണ്. അതാണ് അതില് ചോറും മറ്റുള്ള കറികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വയറ്റിലേക്ക് അതെത്തുന്നു. ഇതൊക്കെ കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ കണ്ടതെന്ന് വെച്ചാല് നമ്മളിപ്പോ എന്തായാലും നമ്മൾ ഇതൊക്കെ ഇത്രയും കെമിക്കൽ നമ്മളെ ഉള്ളിൽ എത്തുന്നുണ്ട്. ഈ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഈ ഉൽപ്പന്നങ്ങൾ മാറ്റിയാൽ തന്നെ നമ്മളെ തടി രക്ഷപ്പെടും. ഞാൻ ഫസ്റ്റ് കണ്ടത് അതാണ്. അപ്പൊ അങ്ങനെ ഉൽപ്പന്നങ്ങൾ മേടിച്ചു നിരവധി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു. അപ്പോഴാണ് ഇത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു ബിസിനസ് അല്ല. അതായത് ലോകത്ത് ഇവിടെ ബിസിനസ്സുകാർ ചെയ്യുന്നത്, അതായത് ഒരു സാധാരണ വ്യക്തിക്ക് ഒരു ദിവസം ജോലി, നമുക്കൊരു വർക്കിംഗ് അവർ എന്ന് പറഞ്ഞാല് ഒരു 5, 8 അല്ലെ 10, 12 മണിക്കൂറേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യലാണ് ബിസിനസ്. അതായത് നമ്മളിപ്പോ യൂസഫ് അലിയും അദാനിയും അംബാനിയും ഇവരൊക്കെ ചെയ്യുന്നത് വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അവര് പൈസ ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് 8 മണിക്കൂർ കിട്ടുമ്പോൾ അദാനിക്കും അംബാനിക്കും ഇപ്പം ഏകദേശം 10 ലക്ഷത്തോളം തൊഴിലാളികൾ അംബാനിക്കുണ്ട്. അവരെ ഒരു ദിവസത്തെ വർക്കിംഗ് അവർ എന്ന് പറഞ്ഞാല് ഒരു സാധാ വ്യക്തിന്റെ 7, 8 തലമുറയാണ്. കാരണം അത്രക്കും ലക്ഷക്കണക്കിന് അവറാണ് അവർ ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റം, അതായത് ഓൾ ഇന്ത്യ ലെവലില് നമുക്ക് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ. പക്ഷേ അവര് ചെയ്യുന്നത് ആയിരക്കണക്കിന് കോടി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് അവരെ സിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടില്ലേ, വലിയ ഇപ്പൊ ലുലു മാള് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുമോ? കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ അദാനിന്റെ പല പമ്പുകളും അല്ലെങ്കിൽ അംബാനിന്റെയും തുറമുഖങ്ങളും നമ്മൾ കണ്ടില്ലേ. ഇന്നൊരു സാധാരണക്കാരന് ഒരിക്കലും അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂല. നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും അതേ സിസ്റ്റം ഇപ്പോഴുള്ള ടെക്നോളജി ഉപയോഗിച്ച് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതേ സിസ്റ്റം തന്നെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ അതേ രീതിയിൽ തന്നെ നമുക്ക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു വ്യക്തി നമ്മുടെ കൂടെ അസോസിയേറ്റ് ആവുന്നു, അന്നു മുതൽ അയാൾ നമ്മുടെ ഷോപ്പാണ്, ഹ്യൂമൻ ഷോപ്പ്. അതായത് യുണീക്ക് ഐഡിയ ആണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ കമ്പനി കൊടുക്കുന്നത്. അപ്പോ ഒരു ഐ ഡി നമ്മുടെ സ്പോൺസർഷിപ്പിലാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പൊ അയാളെ അന്ന് മുതൽ അദ്ദേഹം നമ്മുടെ ഷോപ്പായിട്ട് മാറി. പിന്നെ നമുക്ക് അദ്ദേഹത്തിന് കുറച്ച് ഉൽപ്പന്നവും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവരെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവര് മുഖേന വരുന്ന എല്ലാ ടീമും അല്ലെങ്കിൽ എല്ലാ ആളുകളും നമ്മുടെ ഷോപ്പുകളാണ്. അപ്പോ ഒരു വ്യക്തി മുഖേന ഒരു വ്യക്തി ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയാണ് നമുക്ക് അവിടെ ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആയിരക്കണക്കിന് ആളുകള് നമ്മളുമായിട്ട് കണക്ട് ആവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമോ, അതുപോലെ തന്നെ റീറ്റെയിൽ ചെയ്യുമോ, റീപർച്ചേസ് ചെയ്യുമോ, നമ്മുടെ വരുമാനം കൂടി വരുന്ന ഒരവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഞാനും എന്ത് ചെയ്തു, കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ കൊടുത്തു, കുഞ്ഞു ടീം ഉണ്ടാക്കി. ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ തന്നെ ആരും നമ്മളെ കൂടെ വരണമെന്നില്ല. ഫസ്റ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ തന്നെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മളെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ നമ്മളോട് ഫസ്റ്റ് പറഞ്ഞത്, നിനക്കിപ്പോഴാണോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചത്? ഇവിടെ ചെയ്ത് നിർത്തി ഒരുപാട് ആളുകളുണ്ട്, നിനക്കിപ്പോ അല്ലേ കിട്ടി, എനിക്ക് 5 കൊല്ലം മുന്നിട്ട് കിട്ടീനി, ഈ ഉൽപ്പന്നങ്ങളൊന്നും ആരും വാങ്ങൂല, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ മരിച്ചു ആരാ സമാധാനം പറയാ? ഇത്രക്കാരൻ ഈ പേസ്റ്റ് കൊണ്ടുള്ള പല്ല് പഴുത്ത് നീ ആരോടാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരാ ഉത്തരം പറയാ? പിന്നെ നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ വന്നു, പിന്നെ ഇതൊന്നും നടക്കൂല, ഇതെല്ലാം ഇങ്ങനെയുള്ള ആൾക്കാർക്കേ കിട്ടൂ,
വലിയ മോട്ടിവേഷൻ ആയിരുന്നു. കാരണം ഒരുപാട് ആളുകളെ കൊണ്ട് ഒരു കൺസ്ട്രക്ഷൻ മേഖലയായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിലുള്ള വരുമാനം ഈ ഒരു മേഖലയെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒന്നും ഇല്ല എന്നൊന്നുമില്ല, നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിയൊക്കെ ഒരു 3-4 മാസം കൊണ്ട്, ഇത് ലഭിച്ച ഒരു 3-4 മാസം കൊണ്ട് ജോലി പൂർണ്ണമായിട്ട് ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ ടൈം കരിയർ ആയിട്ട് ഈ ഒരു ബിസിനസ്സാണ് ഏറ്റെടുത്തത്. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ബിസിനസിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. കാരണം ഇന്ന് നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നിന്ന് നമുക്കറിയാം, ഞാനല്ലെങ്കിലും നിങ്ങളും നമ്മൾ ഈ ഒരു ഇപ്പൊ അസോസിയേറ്റ് ചെയ്ത ആളുകളെല്ലാം ഒരു ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആണ് നമ്മളെല്ലാവരും. അപ്പൊ ഒരു ദിവസം നമ്മുടെ ഈ ഒരു ഫാമിലിയിലേക്ക് വരുമാനം എത്തിക്കില്ലെങ്കിൽ നാളെ മുതൽ അവരുടെ അവസ്ഥ നമ്മൾ ആലോചിക്കുക. അല്ലെങ്കിൽ ഇത്തരം ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മളെ വീടുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ വരുന്ന റിസൾട്ടുകളുണ്ട് ഒരുപാട്. അതായത് വെൽനസ് കാറ്റഗറിയിലുള്ള ഉൽപ്പന്നവും അതുപോലെ തന്നെ ഡെയിലി ഞാൻ പറഞ്ഞ യൂസ് ചെയ്ത ഉൽപ്പന്നമൊക്കെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 3 തലമുറ നോമിനേഷൻ ഫെസിലിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മളെ 3 തലമുറ വരെ നമുക്ക് ഈ ഒരു വരുമാനം കിട്ടുന്ന സ്രോതസ് മാറി വരും. അപ്പൊ ഇവിടെ ഉള്ള സൊസൈറ്റിയിൽ നിന്ന് ഒരു കഴിവും കപ്പാസിറ്റിയും ഇല്ലാതെ, അല്ലെങ്കിൽ മറ്റുള്ള പല മേഖലകളിലെ അറിവുള്ള ആളുകളിലേക്ക് ഈ ഒരു മേഖലയെ പറ്റി നമ്മൾ ചിലപ്പോൾ അവരോടാണ് നമ്മൾ അഭിപ്രായം ചോദിക്കുക. എടാ നമ്മുടെ ബിസിനസ് എങ്ങനെ, എനിക്കെന്താടോ, ഇതിനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നറിയും. ചിലപ്പോൾ അയാള് മറ്റുള്ള പല മേഖലകളിലും ചിലപ്പം വലിയ പ്രാബല്യം തെളിയിച്ച ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ 0 ആയിരിക്കാം. ചിലപ്പോ അവര് ഈ ഒരു മേഖലയെ പറ്റി വലിയ അറിവൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ ഇതിന്റെ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നമുക്ക് എപ്പോ നെഗറ്റീവ് കിട്ടും. ഈ ഒരു നെഗറ്റീവ് നമ്മൾ എന്ത് ചെയ്യും, ഓൻ പറഞ്ഞ ശരിയാണ്, ഇത് കിട്ടൂ, പക്ഷെ നമുക്കൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒതുക്കും. നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് ഒരു 1000 രൂപയുടെ ഉൽപ്പന്നം നമ്മൾ എന്തായാലും ഷോപ്പിൽ നിന്ന് മേടിക്കുന്നുണ്ട്. ഇതൊന്നും, അതായത് നമ്മൾ വെൽനസ് കാറ്റഗറി ഒന്നും എടുക്കുന്നില്ലെങ്കിലും ഈ ഒരു 1000 രൂപയുടെ ഉൽപ്പന്നം എന്തായാലും നമ്മുടെ ഫാമിലിയും നമ്മളെല്ലാവരും മേടിക്കുന്നില്ലേ. അപ്പൊ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാല്, ഇപ്പോ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലുള്ള ഇപ്പൊ എന്തായാലും ഇപ്പോ ഈ ഒരു മീറ്റിംഗിൽ അസോസിയേറ്റ് എല്ലാ ആളുകളെ ഒരു ഫോൺ കോണ്ടാക്ട് നിങ്ങൾ എടുത്തു നോക്കി, ഒരു 100 ആളിൽ കുറയാത്ത കോണ്ടാക്ട് നമ്മളെല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ എന്തായാലും ഈ ഉൽപ്പന്നങ്ങൾ ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കുന്നുണ്ട്. ബിസിനസ് ഒന്നും പറയണ്ട, നിങ്ങൾ പറയാ ഇവിടെ എന്തായാലും ഞാനിങ്ങനെ ഒരു കച്ചവടം തുടങ്ങിക്കേ, കുറച്ചെന്തായാലും ഈഗോ ഉണ്ടാവും അവർക്കൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ഒരു കച്ചവടം തുടങ്ങിക്കേനു, പിന്നെ എന്തായാലും ഇനി ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മേടിക്കണം. അപ്പൊ ഇനി കുറച്ച് പൈസ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ പറയാ ഇവിടെ എന്റെ പേരും അഡ്രസ്സും തന്നായി, ഐഡിയ അടിക്കാനൊന്നും പറയണ്ട, എന്റെ പേരും അഡ്രസ്സും ഒന്ന് പറഞ്ഞാൽ നമുക്കിത് വില കുറച്ച് കിട്ടും, ബിസിനസ് ആണെന്നൊന്നും പറയണ്ട. അപ്പൊ അങ്ങനെ ഒരു 5-10 ആൾക്കാർ നമ്മളൊരു പരിചയപ്പെടുത്താൻ വേണ്ടി സാധിച്ചാല് അവരെന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചു, ഒരു പേസ്റ്റ് ഉപയോഗിച്ചാൽ തന്നെ അവിടെ നമുക്ക് ട്രസ്റ്റ് ലഭിക്കും. ഫസ്റ്റ് തന്നെ നമ്മളൊരു വ്യക്തിന്റെ ഒരു ചിലപ്പോൾ 95 കൊണ്ടുപോയാൽ മേടിക്കും. ഫസ്റ്റ് നമ്മൾ ബിലീഫ് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബിസിനസ് പെട്ടെന്ന് കയറ്റാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മളൊരു ഉൽപ്പന്നങ്ങൾ കൊടുത്തു, അവിടെ ട്രസ്റ്റ് ഉണ്ടാക്കി, അതിന്റെ മേലോട്ട് തന്നെ മറ്റുള്ള പല ഉൽപ്പന്നങ്ങളും എത്തിച്ച് അവരെ പതിയെ മീറ്റിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെക്കാട്ടും വലിയ ഒരു ലീഡർഷിപ്പിലേക്ക് അവരെത്തുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യുക. ഞാൻ ഈ ഒരു ബിസിനസ്സിൽ ഇന്ന് ഈ ഒരു ZDC റാങ്കിലേക്ക് എത്താനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം വരുന്ന എല്ലാ പ്രോഗ്രാമുകളും ഞാൻ അറ്റൻഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. കാരണം എന്ന് വെച്ചാല് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന നെഗറ്റീവിന് ഒരു ഇഞ്ചക്ഷൻ അടിക്കലാണ്, ഇഞ്ചക്ഷൻ അടിച്ച് അതൊന്ന് ക്ലിയർ ആക്കലാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പങ്കെടുത്തില്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ഉണ്ടാകണമെന്നില്ല. കാരണം എന്ന് വെച്ചാല് നമ്മളിപ്പം നോക്കുന്നത് ഇത്രക്കാരം വലിയ ഒരു എമൗണ്ട് കിട്ടുന്ന പല ആളുകളെയും നമ്മൾ പരിചയപ്പെടുന്നു. അപ്പൊ നമുക്ക് ആദ്യക്കുള്ള ഒരു ഇതുണ്ടാവും, അതായത് ഒന്നിക്കെങ്കിൽ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്, അല്ലെങ്കിൽ ആണാണ്, പെണ്ണാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പ്രായമായി, അല്ലെങ്കിൽ എനക്കൊന്നും അതിനൊന്നും സംസാരിക്കേണ്ട കഴിവോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കഴിവൊന്നുമില്ല, ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്കേ ലഭിക്കൂ, എനക്ക് അങ്ങനെയൊന്നും സാധിക്കൂല. അപ്പൊ നമ്മളെ മൈൻഡില് ഫസ്റ്റ് ഈ ഒരു മെന്റാലിറ്റി കൊണ്ടു കിടക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മെന്റാലിറ്റി മാറ്റി നമ്മളൊരു ബിസിനസ് കാറ്റഗറിയിലേക്ക് വരുത്തുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഒരു മെന്റാലിറ്റി മാറ്റി നമുക്കും പല കാര്യങ്ങളും സൊസൈറ്റിയിൽ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ വലിയ അച്ചീവ്മെന്റ് നമുക്ക് നമ്മുടെ ഫാമിലിയിലും എത്തിക്കാനുണ്ട്.
അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി നമ്മുടെ മൈൻഡിൽ വന്നാൽ തന്നെ ഒരു പോസിറ്റീവ് വരുത്തുക. എന്തിലും നമ്മൾ പോസിറ്റീവ് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് എല്ലാം നമ്മൾ ഇതിലൂടെ തന്നെ കേട്ട് ഇതിലൂടെ തന്നെ വിട്ട് കളയാം. കാരണം വെച്ചാല് നമ്മൾ ഇന്ന് നോക്കുന്നെങ്കിൽ നമ്മൾ ശരിക്കൊന്ന് പെട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ സഹായിക്കാൻ ശരിക്ക് നമ്മളെ കൂടെ ഉള്ള ആരും നമ്മുടെ കൂടെ ഉണ്ടാണെന്നില്ല. കാരണം വെച്ചാല് ഇന്ന് നിങ്ങൾ നോക്ക്, ഇന്ന് ഞാന് പറഞ്ഞ് എല്ലാം പൈസേന്റെ മേലെയാണ് ഇന്ന് നടക്കുന്നത്. ഇഷ്ടംപോലെ ഇന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇന്ന് വൃദ്ധസാധനങ്ങൾ കൂടി വരും. നിങ്ങൾ കണ്ടിനാ? അതായത് ഇമോഷൻസ് കുറഞ്ഞു വരും. ഇന്ന് പൈസ ഉണ്ടെങ്കിൽ ഇവിടെ വാല്യൂവും കാര്യങ്ങളും, അതായത് അച്ഛൻ അമ്മ ആങ്ങള പെങ്ങള ബന്ധങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇതില്ലെങ്കിൽ പൈസ കൊണ്ട് എല്ലാം ആയി എന്ന് പറയാൻ ഞാൻ ഒരിക്കലും അറിയാനല്ല. പൈസ കൊണ്ട് എല്ലാം ആവൂല. നിങ്ങൾ നോക്ക്, നമ്മളെ ഉൽപ്പന്നങ്ങൾ നോക്ക്. ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാല് ഇന്ത്യ കണ്ട ഏറ്റവും ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഉള്ളത്, അതായത് ഒരു ആയുർവേദ പ്രൊഡക്റ്റിന് കിട്ടുന്ന ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ. നമ്മളിപ്പോ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി അതിലൊരൊറ്റ പ്രൊഡക്റ്റ് നമ്മൾ ജെന്യുവിനായിട്ട് ഒറ്റക്ക് തുടങ്ങി ഒരൊറ്റ പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുന്നത് തന്നെ ആയിരക്കണക്കിന് കോടി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. അതായത് ആയുഷ് പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മൾ ഒരൊറ്റ പ്രോഡക്റ്റ് നമ്മൾ തന്നെ, അതായത് അതിന്റെ ഫാക്ടറി മാനുഫാക്ചറിങ്ങിന്റെ ആളുകള്, അതുപോലെ തന്നെ അതിന്റെ സയന്റിസ്റ്റ് വിങ്, അതിന്റെ കൗൺസിലിന്റെ അംഗീകാരം, അതിന്റെ അവൈലബിലിറ്റി, അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് നമ്മൾ നോക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾ നോക്ക്, ഇത്രയും അതായത് 10-15ഓളം ആയുഷ് പ്രീമിയം കിട്ടിയ ഉൽപ്പന്നങ്ങളുണ്ട്. അതിലുപരി അതിനേക്കാളും വലിയ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി വരാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട്, കാരണം ഫ്രീ ആയിട്ട് തന്നത് കൊണ്ടാണ് നമുക്ക് ഇതിന്റെ ഒരു ഡയമണ്ട് ശരിക്ക് നമ്മൾ ഫ്രീ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് നമ്മളൊരു ഡയമണ്ട് കൊണ്ടു കൊടുത്താൽ അയാൾക്ക് വെറും ഒരു കല്ലിന്റെ പീസായിരിക്കും. കാരണം അതിനെപ്പറ്റി തിരിച്ചറിവുള്ള ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് ഈ ഒരു ഡയമണ്ട് എത്തുമ്പോഴാണ് അതിന്റെ വാല്യൂ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സും അറിവ്, അതായത് നമ്മൾ എന്താ പറയണ്ടേ, ഈ ഒരു അറിവ് ഉള്ള ആളുകളെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു ബിസിനസിന്റെ ശരിക്കുള്ള വളർച്ച ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബിസിനസിനെ പറ്റി പഠിക്കുക. നിങ്ങൾ നോക്ക്, ഇത്രയും ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് ലഭിക്കുന്നത്. നാളെ നിങ്ങൾ നോക്ക്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ, പിന്നെ നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നാളെ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ കൂടെ ഒന്ന് അസോസിയേറ്റ് ചെയ്യുന്ന വേറൊരു നമ്മളെ കൂടെ ഒരു വിജയത്തിന് വേറൊരു കമ്പനി വന്നാൽ തന്നെ നമ്മുടെ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാളിറ്റിയിൽ ഒരൊറ്റ പ്രോഡക്റ്റ് അവരിറക്കണ്ടെങ്കിൽ തന്നെ ഒരു 4-5 വർഷം കഴിയും. കാരണം ഒരു 4-5 വർഷം സൊസൈറ്റിയിൽ ഓടിയാൽ മാത്രമേ ഈ ഒരു പ്രോഡക്റ്റിന് ഈ ഒരു ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ നോക്കുന്നെങ്കിൽ നമ്മൾ പറയും അങ്ങനെയെങ്കിൽ ഈ ഒരു വെൽനസ് കാറ്റഗറി അല്ലാണ്ട് കുറച്ച്, ഞാൻ ആദ്യം പറഞ്ഞിരിക്കാനും കുറച്ച്, പിന്നെ ഇതുപോലെ തന്നെ നമ്മളെ വളങ്ങൾ ഇപ്പൊ ഉണ്ട്. ഞാൻ പറഞ്ഞ ആദ്യം നമ്മളെ ഇതുണ്ടാവില്ല, തുണികളും അതുപോലെ തന്നെ പഞ്ചാരയും കുറച്ച് ചായപ്പൊടിയും ഇങ്ങനെയുള്ള സാധനങ്ങളിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സൊസൈറ്റിയിൽ ഇത് വിറ്റിട്ട് വേഗം പൈസ ഉണ്ടായിക്കൂടെ എന്നുള്ളൊരു ചോദ്യം ഞാൻ ഉന്നയിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് വരാം. അപ്പൊ നിങ്ങൾ പറയേണ്ടത് ഇത്ര മാത്രമാണ്. കാരണം ഇന്ന് സൊസൈറ്റിക്ക് ഇത്രയും വളർച്ച ഉണ്ടെങ്കിലും നമ്മൾ ഇത്രയും ടെക്നോളജി പരമായിട്ട് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇന്ന് നമുക്ക്, നിങ്ങൾ നോക്ക്, ഒരു 95% ആൾക്കാർ ഇന്ന് രോഗങ്ങളാണ്. രോഗം എന്ന് വെച്ചാല് നമ്മളിപ്പോ ജനിക്കുന്ന കുട്ടികൾക്കടക്കം ഇന്ന് രോഗങ്ങൾ കൂടിക്കൂടി വരുന്നു. എന്തുകൊണ്ടാണ് അതെന്ന് വെച്ചാല് നമ്മുടെ വെൽനസ് കുറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സയന്റിസ്റ്റ് വിങ്ങും കമ്പനിയും ഈ ഒരു വെൽനസ് കാറ്റഗറിയിലേക്ക് മാറിയത്. അപ്പൊ നാളെ ഒന്നെങ്കിൽ ഈ ലോകത്ത് തന്നെ നാളെ വളർന്നു വരുന്ന വലിയ, അതായത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിയുടെ ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി. അപ്പൊ ഈ ഒരു ഫോക്കസിലാണ് നമ്മുടെ കമ്പനി ഇന്നേ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത്ര ഉൽപ്പന്നങ്ങൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കൂടാണ്ട് ഇത്രയും ക്വാളിറ്റിയുള്ള പേസ്റ്റും സോപ്പും അതുപോലെ തന്നെ മറ്റുള്ള പല നമ്മളിപ്പം വളങ്ങളായാലും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായാലും കമ്പനി അത്രക്കും ഫോക്കസ് ചെയ്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇന്ന് കിട്ടിയ അവസരം നമ്മൾ പെട്ടെന്ന് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു നല്ലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഒരു ടീമിന് ഉണ്ടാക്കിയിട്ടാൽ നാളെ അവര് വന്ന് ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ അവര് വീട്ടിൽ മേടിച്ചിട്ട് ഒരു 10-15 ആൾക്കാർ അസോസിയേറ്റ് ആയി നമ്മളെ വീടുമായിട്ട് അവർ വീട്ടിൽ മേടിച്ച് അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അവർ വീട്ടിൽ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത്തരം വലിയ എമൗണ്ട് 2,10,000 എന്ന് പറയുന്ന 15 ലക്ഷം മാച്ചിങ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന
ഒരു സിസ്റ്റമാണ് കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള പല ബ്രാൻഡും 10-17 ഉൽപ്പന്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു കമ്പനിയാണെങ്കിൽ ഇന്ന് മറ്റ് പല ബ്രാൻഡും ഇന്ന് നമ്മളിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഹാലോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വരാൻ വേണ്ടി പോകുന്നു. കോസ്മെറ്റിക് 64ഓളം ലേഡീസ് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു. മഞ്ഞപ്പൊടി, മുളകുപൊടി, അതുപോലെ തന്നെ ഉപ്പ്, ഇങ്ങനെയുള്ള, അതായത് നാളെ ചിലപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന അരി, അതുപോലെ തന്നെ പെട്രോള്, അതുപോലെ തന്നെ മറ്റുള്ള ഉൽപ്പന്നങ്ങളെല്ലാം പിൻ ടു പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രവീൺ ചന്ദ് സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന അത്രയും വലിയ ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇതുകൊണ്ട് എത്തിയ ആളുകളെല്ലാം ഇതിൽ ഒരിക്കലും വിജയിക്കണമെന്നില്ല എന്ന് വിചാരിച്ച് ആർക്കും വിജയിച്ചു കൂടാന്നും പറയാൻ ഞാൻ അർഹനല്ല. ആരൊക്കെയാണോ ഈ ഒരു ബിസിനസിനെ പറ്റി പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നതും അവരാണ് വിജയിക്കുന്നത്. ഇന്ന് ഇത്രയും, അതായത് ഒരു സാധാരണക്കാരന് വലിയ രീതിയിലുള്ള അച്ചീവ്മെന്റുകൾ തങ്ങളുടെ ജീവിതത്തിൽ നടത്താൻ, ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും വലിയ അച്ചീവ്മെന്റുകൾ നടത്താൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് ഇന്ത്യയിൽ വേറെ ഇല്ല. കാരണം നിങ്ങൾ നോക്കിയായി ഇന്ന് നമ്മുടെ അവസ്ഥ, ഞാൻ ആദ്യമേ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ കുഞ്ഞു ടീം എൻ്റെ ഇതുമായിട്ട് അസോസിയേറ്റ്, എൻ്റെ ടീമുമായിട്ട് അസോസിയേറ്റ് ആയി ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായിട്ട് പല ജില്ലകളിൽ ബിസിനസ് വ്യാപിച്ചു കിടക്കുന്നു. നിങ്ങളൊന്നും ചെയ്യണ്ട, കുറച്ച് ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്യുക, കുറച്ച് ആളുകളുടെ 5-10 ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുക. അതെന്തായാലും നമ്മളുമായിട്ട് പല്ലിയക്കുന്നതും കുളിക്കുന്നതും കുറച്ച് 5-10 ആളുകൾ അത്രയും നമുക്ക് വേണ്ടു. അവരെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അവരെ നമ്മുടെ അപ്ലൈനുമായിട്ട് കണക്ട് ചെയ്യുക, അവരുമായിട്ട് ബിസിനസ് പ്ലാന് കൊടുക്കുക. അവരെ ഫസ്റ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ചെറിയൊരു റിസൾട്ട് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബിസിനസ് പ്ലാന്, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഇന്നൊരു 100-500 രൂപ ഇന്ന് നമുക്ക് ലഭിക്കേണ്ടിരിക്കുമെങ്കിൽ ഒരു ഷോപ്പിൽ നിൽക്കുന്ന ഒരു ലോഡി ഒരു ഷോപ്പിൽ പോയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു 9 മണി മുതൽ ഒരു 5 മണി വരെ നിൽക്കണം. എന്നാലേ ഒരു 100-500 രൂപ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ. നമ്മളൊരു 3-4 ഉൽപ്പന്നം, ഒരു 4-5 പേരെ പരിചയപ്പെടുത്താൻ അല്ലെ, നമുക്കൊന്ന് എല്ലാവർക്കും വാട്സപ്പ് ഉണ്ട്, ഒന്ന് സ്റ്റാറ്റസ് വെക്കാൻ തയ്യാറായി തന്നെ വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ നമുക്ക് ജെന്യൂനായിട്ട് ആരെയും പറ്റിക്കാതെ കബളിപ്പിക്കാതെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അപ്പം ഇന്ന് 2.5 വർഷത്തോളമായി ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നിട്ട് ഇന്ന് എന്നെക്കാട്ടും പവറായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ എൻ്റെ ടീമുമായിട്ട് കണക്റ്റ് ആയി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ZDC എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിയിട്ടുള്ളത്. നിരവധി അച്ചീവ്മെന്റുകൾ എനിക്കും ടീമിനും നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വലിയ അച്ചീവ്മെന്റുകളിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ അതായത് ഒരു ചെറിയ 5 സെന്റ് വീട്, ചെറിയൊരു വീടായിരുന്നു, ചെറിയ വീടായിരുന്നു, വണ്ടിയൊന്നും ഒരിക്കലും പോകില്ല. ഇന്ന് ഈ ഒരു 2.5 വർഷം കൊണ്ട് തന്നെ ഇന്ന് ഒരു 10-14 സെന്റ് സ്ഥലം ZDC എന്ന് പറയുന്ന റാങ്കിൽ എത്തുമ്പോൾ തന്നെ 10-13 സെന്റ് സ്ഥലവും ഇവിടെ ഒരു 2 നില വീടും എനിക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഒരു റാങ്കിൽ എത്തുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ ചെറിയൊരു ലോൺ എടുത്തിട്ടുണ്ട്. അതെന്തായാലും NTC എന്ന് പറയുന്ന ഒരു റാങ്കിൽ എന്തായാലും ഇനിയിപ്പോ ഒരു 1.5-2 വർഷം കൊണ്ട് ഞാൻ എത്തും. ഈ ഒരു റാങ്കിൽ എത്തിയാൽ തന്നെ ഒരു 10-24 ലക്ഷം രൂപ നമുക്ക് ലഭിക്കുന്നതായിട്ട് വരും. അപ്പൊ ഈ ഒരു പൈസ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ബാങ്കിലേക്ക് അടച്ചാൽ തന്നെ നമ്മുടെ വീട് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയിലാണ് ദൈവം അറിഞ്ഞോ അറിയാതെയോ ഒരു വ്യക്തി കൂട്ടനെ നിങ്ങളെ അടുത്ത് എത്തിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത്രയും ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇവിടെ വിജയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്, അല്ലാണ്ട് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ലീഡർമാർക്കല്ല വിജയിക്കേണ്ടത്. നമ്മുടെ കാര്യങ്ങൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഇതിനേക്കാട്ടും വലിയ, അതായത് എൻ്റെ ഒരു ജീവിതത്തിലെല്ലാം പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ലൈഫിലെ ലാസ്റ്റ് ബസ്സാണ്. ഇതിൽ കയറുക, അച്ചീവ്മെന്റ് ഉണ്ടാക്കുക. വലിയ രീതിയിലുള്ള അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ ആൾക്കാർ ഇതിലുണ്ട്. വലിയ ക്വാളിറ്റിയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത നമുക്കും എന്തുകൊണ്ടും വിജയിച്ച് കയറാൻ പറ്റും. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നാളെ ഇത് സൊസൈറ്റിയിൽ വരും. ലക്ഷങ്ങളും കോടികളും ചിലപ്പോൾ നമുക്കറിയാവുന്ന ആളുകളായിരിക്കാം, അവര് മുഖേന ഈ ഒരു കമ്പനി കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും ഈ ഒരു മീറ്റിങ്ങിൽ എന്തായാലും എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നത് 9:20 അപ്പോ ലേറ്റ് ആയി. അപ്പം എന്തായാലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് നാളെ വരെ പറയേണ്ടി വരും. അപ്പൊ എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നത്, എന്തായാലും ഞാനിന്ന് ZDC റാങ്കിലാണുള്ളത്. കുറച്ചുകൂടിയേ വേണ്ടു, STCയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയിപ്പോ ഒരു 2 വർഷം കൊണ്ട്
വലിയ റാങ്ക് എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് പറ്റിയുള്ള ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു 3 to 5 വർഷം നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുകയാണെങ്കിൽ 3 തലമുറ നമ്മൾ സേഫ് ആവും. കൂടാതെ നാളെ വലിയ ഒരു വിജയിച്ച വ്യക്തിയായിട്ട് നമുക്ക് ഇവിടുന്ന് സലാം പറഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റെടുക്കുക, വിജയിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതുപോലെ തന്നെ ഇന്ന് എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ക്ഷണിച്ച ബിനു സാറിനും, അതുപോലെ തന്നെ ഇന്ന് MC എടുത്ത നമ്മുടെ ഗ്രേറ്റ് എനർജറ്റിക് പേഴ്സണാലിറ്റിയാണ് ബിനു സാറ്. നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ലീഡറാണ്. അതുപോലെ തന്നെ സജയ് സാറ് നമ്മൾ ഇന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും. അപ്പം പവറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തതയോടെയും കൃത്യതയോടെയും ചെയ്യുക. വലിയ അച്ചീവ്മെന്റിലേക്ക് എത്താൻ പോകുന്ന ലീഡേഴ്സാണ്. അപ്പോൾ ഡൗട്ട് അടിക്കണ്ട, എന്തായാലും നമ്മള് ഇത്ര വരെ എത്തിയല്ലോ, ഇനി അങ്ങനെ തന്നെ പോവും. ആരും ITC ആയിട്ട് ഇവിടെ ഒരു ലീഡറും ITC ആയിട്ട് ആരും ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല. എല്ലാവരും അതായത് കോർഡിനേറ്ററും ഇതുപോലെ തന്നെ ബിസിനസ് കോർഡിനേറ്ററും അതുപോലെ തന്നെ TCയും ATCയും DTC ആയിട്ടാണ് പോകുന്നത്. ചെറിയ ചെറിയ സ്ട്രഗിൾ ഉണ്ടാവും. അത് ആസ്വദിച്ചാൽ മാത്രമേ ഈ ഒരു അച്ചീവ്മെന്റിൽ നമുക്കൊരു പവർ വരുത്താൻ പറ്റൂ. അതുകൊണ്ട് സ്ട്രഗിൾ എന്തായാലും ഉണ്ടാവും. സ്ട്രഗിൾ ആസ്വദിക്കാൻ പഠിക്കുക. വേറെ ആരെ കീഴിലിട്ടു നമ്മളെ ഈ ഒരു മൈൻഡ് ഇത് കൊണ്ടുപോയി വെക്കാണ്ടെന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. നമ്മൾ മാത്രമല്ല, നമ്മുടെ 3 തലമുറ രക്ഷപ്പെടും. അപ്പൊ എല്ലാവരും ആലോചിച്ച് നല്ല തീരുമാനം എടുക്കുക. വളരെ വലിയ വിജയങ്ങളിലേക്ക് എത്താം. എല്ലാവരുടെ അക്കൗണ്ടിലും എല്ലാ വീക്കിലും 2,10,000 വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ടീമായിട്ട് മാറട്ടെ. ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമിടുന്നു. ഓക്കെ, താങ്ക് യു ടു ഓൾ ലീഡേഴ്സ്. അതുപോലെ തന്നെ ഇന്ന് ഇത്രയും നേരം എന്നെ ശ്രവിച്ച എന്റെ എല്ലാ പ്രിയപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ലീഡേഴ്സിനും എന്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു ടു ഓൾ. താങ്ക് യു സാർ.